തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 1540 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച പ്രമുഖ സ്വഹാബി. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പിതാവിൻ്റെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഖബ ഉടമ്പടി ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ചെറിയ പ്രായമുള്ള, ആ അവസ്ഥയിൽ തന്നെ സത്യത്തോടടുത്ത, സത്യം പഠിക്കാൻ അവസരം കിട്ടിയ, ഹബീബിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച പ്രമുഖ സ്വഹാബി. ആരാണ് ഈ സ്വഹാബി? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആ സംഘം വളരെയധികം സന്തോഷത്തോടെയാണ് യാത്ര പോകുന്നത്. കാരണം പോകുന്നത് മക്കയിലേക്കാണ്. ലക്ഷ്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം അടങ്ങുന്ന ആ സംഘം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറുണ്ടാക്കാൻ വേണ്ടി, ഉടമ്പടി ചെയ്യാൻ വേണ്ടി അത്യാവേശപൂർവ്വം സന്തോഷത്തോടെ യാത്ര പോവുകയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ ആനന്ദമുണ്ട്. ആദ്യമായ ഹബീബിനെ കാണുകയാണ് പലരും. കേട്ടറിഞ്ഞത് മുതൽ ആ മഹാവ്യക്തിത്വത്തെ ഒന്ന് കാണുവാനും കരമൊന്ന് പിടിക്കുവാനും ഞങ്ങളും അങ്ങയുടെ കൂടെയുണ്ട് എന്നുറക്കെ പ്രഖ്യാപിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ഹൃദയങ്ങളാണ് അവരോരോരുത്തരുടേതും. ഹബീബായ തങ്ങളെ കാണണം, ആ കരം പിടിച്ച് ബയ്യാത്ത് ചെയ്യണം, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളാലാവുന്നത് മുഴുവനും ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറക്കെ പറയാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച് അത്യാവേശത്തോടുകൂടെ, വലിയ ആനന്ദത്തോടുകൂടെ ആ സംഘം മക്ക ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിലെ പ്രമുഖന്മാരിൽപ്പെട്ട പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യനും ആ സംഘത്തിലുണ്ടായിരുന്നു. ആ വൃദ്ധനായ മനുഷ്യന്റെ വാഹനത്തിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ 10 മക്കളിൽ ഏക ആൺകുട്ടിയായ ചെറിയ ഒരു മോനും യാത്രയിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട 9 മക്കളെയും മദീനയിൽ തന്നെ ആക്കി ഈ പൊന്നുമോനെ മാത്രം യാത്രയിൽ കൂട്ടിയാണ് ഈ സംഘത്തോടൊപ്പം ആ പ്രായം ചെന്ന നല്ല മനുഷ്യൻ മക്കയിലേക്ക് വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഒരു സംഘം ഉടമ്പടി ചെയ്യുമ്പോൾ പ്രായം വളരെ ചെറിയ കുട്ടിയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മകനും ആ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കണം, അതിൽ പങ്കെടുക്കണം എന്ന ഒരു ഉറച്ച ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നുമോനെയും കൂട്ടി ആ യാത്രയിൽ ആ വൃദ്ധൻ പങ്കെടുക്കുന്നത്. അബ്ദുല്ലാഹിബ്നു അംർ അൽ ഖസ്റജിയാണ് ആ പ്രായം ചെന്ന നല്ല മനുഷ്യൻ. മകനാണെങ്കിൽ പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ ഹബീബിൻ്റെ കരം പിടിച്ച് അങ്ങയോടൊപ്പമാണ് ഞാൻ ഇനി മുതൽ എന്ന് പറയാൻ സന്തോഷത്തോടെ ആ ചെറിയ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായ ഈമാനിക പ്രഭ ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത് ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആ പൊന്നുമോൻ്റെ ഭാഗ്യം എത്രമാത്രമായിരുന്നു. അൻസാരികളിൽപ്പെട്ട ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ചെറിയ പ്രായത്തിൽ തന്നെ ഹബീബിൻ്റെ കരം പിടിച്ച് ദീനിലേക്ക് വരികയാണ്. പിന്നീട് മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് മുതൽ ഓരോ ഘട്ടങ്ങളിലും ആ പൊന്നുമോൻ കൂടെയിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിഷ്കളങ്കമായ ഹൃദയത്തിൽ ദീനിൻ്റെ പ്രഭ, ആ നൂറുൻ അലാ നൂറായ പ്രകാശത്തിൻ്റെ സൗസായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ട് പ്രകാശം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് വലിയ ദറജയുള്ള അവസ്ഥയിലേക്ക് ആ പൊന്നുമോൻ മാറുകയായിരുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണത്തിൽ, സാന്നിധ്യത്തിൽ വളർന്ന ആ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു വലിയ ശ്രേഷ്ഠതയുള്ള ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഇസ്ലാമിക വിജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മഹൽ വ്യക്തിത്വമായി വളരെ പെട്ടെന്ന് മാറുകയാണ്. കാരണം ചെറിയ പ്രായം മുതൽ തന്നെ ഹബീബിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിൻ്റെ നൂറ് പകർന്ന് കിട്ടിയ ജീവിതമാണ് അവിടുത്തേത്. മുസ്നദ് ജാബിർ ഇബ്നു അബ്ദില്ല എന്ന ക്രോഡീകരണത്തിൽ 1540 ഹദീസുകളുണ്ട് ഇവർ മാത്രം റിപ്പോർട്ട് ചെയ്തത്. അത്രമാത്രം അതിൽ പല ഹദീസുകളും, നൂറുകണക്കിന് ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ഊണിലും ഉറക്കിലും എല്ലാ സമയത്തും ഹബീബിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ജീവിതം ക്രമീകരിച്ചിരുന്നത്. ഹിജ്റ പോയതിനു ശേഷം ആദ്യത്തെ വർഷങ്ങളിൽ നടന്ന ബദറിലും ഉഹദിലുമൊന്നും ജാബിറിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒന്ന്, യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട മിനിമം പ്രായം അവർക്ക് എത്തിയിട്ടില്ല എന്നതാണ് കാരണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പിതാവ് യുദ്ധത്തിന് പോകുമ്പോൾ മകനോട് പറയും, മകനെ 9 പെൺകുട്ടികളെ നോക്കാൻ വേറെ ആരുമില്ല, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയും. അവരെ നോക്കാൻ മറ്റാരും യഥാർത്ഥത്തിൽ പിതാവല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉഹദ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പിതാവ് മകനായ ജാബിറിനോട് പറഞ്ഞ കാര്യങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പിന്നീട് ഓർത്തു പറയുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിൻ്റെ തലേ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോനെ, നാളെ ഉഹദ് യുദ്ധത്തിന് ചെന്നാൽ ആദ്യം ഷഹീദാവുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെയൊക്കെ നീ നന്നായി നോക്കണം. ഹബീബായ തങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ് മോനെ. നിന്നെ പിരിഞ്ഞാണ് ഞാൻ പോകുന്നത്. എൻ്റെ മക്കളെ നിന്നെ ഏൽപ്പിച്ചാണ് ഞാൻ യാത്രയാവുന്നത്. അവരെ നീ നന്നായി ഉപദേശിച്ച് നല്ല രീതിയിൽ വളർത്തണം. എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്, അതൊക്കെ നീ കൊടുത്തു തീർക്കണം. അവരോടൊക്കെ നീ കരുണ കാണിക്കണം, പെങ്ങന്മാരോട്. ഇതെല്ലാം പറഞ്ഞ പിറ്റേന്ന് രാവിലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹിബ്നു അംർ
റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് പോയി. ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി ഷഹീദായത് അബ്ദുല്ലാഹിബ്നു അംർ എന്ന ഈ പ്രിയപ്പെട്ട പിതാവ് തന്നെയായിരുന്നു. അവിടുത്തെ ഖബറടക്കിയതിനു ശേഷം ശ്രേഷ്ഠരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്ന് ജാബിർ റളിയല്ലാഹു അൻഹു മകൻ ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട ഹബീബായ തങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുറച്ച് ബാധ്യതകൾ ബാക്കിയാക്കിയാണ് മരണപ്പെട്ടത്. ഞങ്ങൾക്കാകെയുള്ള വരുമാനം ഈത്തപ്പന തോട്ടത്തിൽ നിന്നുള്ള വരുമാനമാണ്. ആ വരുമാനം കിട്ടാനാണെങ്കിൽ വിളവെടുപ്പിൻ്റെ സമയമാകണം. മാത്രവുമല്ല, അതുകൊണ്ട് ബാധ്യതകൾ തീർക്കാൻ കഴിയുകയുമില്ല. എന്താണ് ചെയ്യേണ്ടത്? മാത്രവുമല്ല, പ്രിയപ്പെട്ട പെങ്ങന്മാർക്കൊന്നും മറ്റ് സമ്പത്തൊന്നും ഉപ്പ ബാക്കി വെച്ചതുമില്ല. ഇത് കേട്ട ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴങ്ങളെല്ലാം കൂട്ടി വെക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു: നിങ്ങൾക്ക് ബാധ്യതയുള്ള കൊടുത്തു തീർക്കാനുള്ള എല്ലാ ആളുകളെയും ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ അവരെല്ലാവരെയും വിളിച്ചു. അവരെല്ലാവരും വന്നു. ഓരോരുത്തർക്കും കൊടുക്കാനുണ്ടായിരുന്ന അത്രയും ആ ബാധ്യതയുടെ കണക്കനുസരിച്ച് ഈത്തപ്പഴം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ആ ഈത്തപ്പഴങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് അളന്ന് കൊടുത്തുകൊണ്ടിരുന്നു. ഓരോരുത്തരും മാറി മാറി വന്ന് എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു. അപ്പോഴും ആദ്യമുള്ള അത്രയും ഈത്തപ്പഴങ്ങൾ അവിടെ ആ കൂമ്പാരത്തിൽ ബാക്കിയുണ്ടായിരുന്നു. ഹബീബിൻ്റെ ഒരു കരസ്പർശനത്തിൻ്റെ വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു അത്. പിതാവിൻ്റെ വഫാത്തിന് ശേഷം ഉണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഹബീബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വളരെ നിർണായകമായ പല പോരാട്ടങ്ങളും നിർണായകമായ പല സംഭവങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു ഖന്തക്കിൻ്റേത്. അത് ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പിന്നീട് പറയുന്നുണ്ട്. ഖന്തക്ക് യുദ്ധത്തിൽ ഞങ്ങൾ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വലിയ പാറക്കല്ല് ഞങ്ങളുടെ ഇടയിൽ വന്നു. എത്ര പൊട്ടിച്ചിട്ടും എത്ര പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും ആര് ശ്രമിച്ചിട്ടും പാറക്കല്ലിന് ഒരിളക്കവുമില്ല. ഞങ്ങളൊരു കാര്യം ചെയ്തു. ഏതായാലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല, ഹബീബിനോട് പറയാം. ഞങ്ങളെല്ലാവരും ചെന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു: തങ്ങളെ, ഞങ്ങൾ കുഴി വെട്ടുന്നതിനിടയിൽ വലിയ പാറക്കല്ല് കണ്ടു. ആ പാറക്കല്ലിന് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. തങ്ങൾ ഉടനെ പറഞ്ഞു: നിങ്ങൾ എനിക്ക് വിട്ടേ, ഞാനത് ചെയ്തോളാം. ശ്രേഷ്ഠനായ മുത്തുനബി സ്വല്ലല്ലാഹു എഴുന്നേടത്തു നിന്ന് എഴുന്നേറ്റ് അപ്പോൾ അവിടുത്തെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് ഞങ്ങൾ കണ്ടു, വിശപ്പിൻ്റെ കാഠിന്യം മൂലം. അപ്പോഴത്തേക്കും 3 ദിവസം പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാതെ. ആ അവസ്ഥയിലാണ് ഹബീബായ തങ്ങൾ മഴുവെടുത്ത് ആ പാറയിൽ ആഞ്ഞു വെട്ടുന്നത്. അത് കഷ്ണം കഷ്ണമായി മാറിപ്പോയി. ചിതറിത്തെറിച്ചു പാറക്കല്ല്. ഹബീബിൻ്റെ സ്പർശത്തിന് മുമ്പിൽ പാറയുടെ രൗദ്രഭാവം പോലും അലിഞ്ഞില്ലാതാവുന്ന മഹബത്തിൻ്റെ രംഗങ്ങളാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ഈ രംഗം കണ്ട് എനിക്ക് വല്ലാത്ത വേദന വന്നു. ഞാൻ എൻ്റെ ഹബീബിൻ്റെ ആ ഒരവസ്ഥ കണ്ട് സങ്കടത്തോടെ ഞാൻ ഹബീബിനോട് ചോദിച്ചു: സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊന്ന് വീട്ടിൽ പോയി വരട്ടെയോ? തങ്ങൾ എനിക്ക് സമ്മതം തരാമോ? ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു: താങ്കൾ പോയി വരൂ. വീട്ടിലേക്ക് നേരെ ചെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു: ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വിശപ്പ് സഹിച്ചാണ് പ്രവാചകർ ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും അവിടത്തേക്ക് നൽകാൻ നിൻ്റെ അടുത്തുണ്ടോ? അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു: അല്പം ബാർലിയും ഒരു പെണ്ണാടും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഉടനെ തന്നെ ആ ആടിനെ അറുത്ത് തോലൊക്കെ പൊളിച്ചെടുത്ത് മാംസം കഷ്ണങ്ങളാക്കി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടു. ബാർലി എടുത്ത് എൻ്റെ ഭാര്യയുടെ കയ്യിലും കൊടുത്തു. മാംസം വേവിച്ചു. ഏകദേശം ആയിട്ടുണ്ട്, വേവ് പൂർണ്ണമായി എന്ന് തോന്നിയപ്പോൾ ബാർലി കുഴച്ച ബാർലിയുടെ മാവ് വെന്ത് കഴിക്കാനുള്ള ഒരു സോഫ്റ്റായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ നേരെ ഹബീബിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. പതുക്കെ ഹബീബിൻ്റെ ചെവിയിൽ പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹു: ഹബീബായ തങ്ങളെ, അല്പം ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, താങ്കളും ഒരു 1-2 ആളുകളും വരണം. എത്രത്തോളം ഭക്ഷണമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഉള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഹബീബായ തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഖന്തക്കുകാരെ എല്ലാവരും എൻ്റെ കൂടെ വരിക, ജാബിറിൻ്റെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ജാബിർ ഇത് കേട്ട് അന്തം വിട്ടുപോയി. ആകെ 2-3 ആളുകൾക്ക് മാത്രമുള്ള ഭക്ഷണമാണ്. എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരികയാണ്. എന്ത് സംഭവിക്കും? വേഗം വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്ക് ജാബിർ പോകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു: ആ വേവിച്ചുകൊണ്ടിരിക്കുന്ന മാംസം അടുപ്പത്ത് നിന്ന് ഇറക്കരുത്. ആ മാവ് കൊണ്ട് അപ്പം ചുട്ട് പൂർണ്ണമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യരുത്. മാവ് കൊണ്ട് അപ്പം ചുട്ട് തീർക്കരുത് എന്നും പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വേഗം ഓടി. എൻ്റെ വീട്ടിലെ അവസ്ഥ എല്ലാവരും അറിയുമല്ലോ. പലതരം ചിന്തകളായിരുന്നു മനസ്സിൽ. ഒരു സ്വാ ബാർലിയും ഒരു ചെറിയ പെണ്ണാട്ടിൻ കുട്ടിയും മാത്രമാണ്. ഇതെങ്ങനെയാണ് എല്ലാ ഖന്തക്കുകാർക്കും തികയുക? അങ്ങനെ പലതരം ചിന്തകൾ അവരുടെ കൽബിലുണ്ടായിരുന്നു ആ സമയത്ത്. വേഗം വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു: കഷ്ടം, എന്താ സംഭവിക്കാന്ന് അറിയില്ല. കാരണം ഹബീബായ തങ്ങൾ ഖന്തക്കിലുള്ള എല്ലാവരെയും കൂട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഭാര്യ ഉടനെ ചോദിച്ചു: എത്രമാത്രം ഭക്ഷണമാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു? അത് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക. ആ ഭാര്യ അത്രമാത്രം തവക്കുലിൻ്റെ അങ്ങേയറ്റം, ഹബീബിനോടുള്ള മഹബത്തിൻ്റെ പൂർണ്ണതയായിരുന്നു ആ ഭാര്യയുടെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്കെൻ്റെ വിഷമം നീങ്ങിയെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അൻസ്വാറുകളും മുഹാജിറുകളുമായ വലിയൊരു സംഘത്തെ കൊണ്ടാണ് ഹബീബായ തങ്ങൾ അങ്ങോട്ട് വരുന്നത്. എല്ലാവരും വീട്ടുമുറ്റത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവരോട് പറഞ്ഞു: നിങ്ങൾ സംഘമായി വീട്ടിനകത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിക്കൊള്ളുക. തുടർന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയോട് ഹബീബായ തങ്ങൾ പറഞ്ഞു: എന്നെ സഹായിക്കാൻ വേണ്ടി ഒരാളെയും കൂടെ കൂട്ടുക, എന്നിട്ട് അപ്പം ചുടാൻ വേണ്ടി തുടങ്ങുക. ഫ്രഷായിട്ട് ലൈവായിട്ട് അപ്പം ചുട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ
മാംസം വേവിച്ച് ആ പാത്രം അടുപ്പത്തു നിന്ന് ഇറക്കാതെ അതിൽ നിന്ന് കോരിയെടുത്ത് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു പറയുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടും അത്രയും ഭക്ഷണം ഉണ്ടായിരുന്നതെല്ലാം അവിടെ ബാക്കിയായിരുന്നു. ഹബീബായ തങ്ങളുടെ ആ ഒരു സ്പർശനത്തിൻ്റെ, അവിടുത്തെ ബറക്കത്തിൻ്റെ വല്ലാത്ത ഒരു മാസ്മരികത. അവസാനം ഹബീബായ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങളും കഴിച്ചുകൊള്ളുക, എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പറയുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ മാത്രമല്ല, പിന്നീട് അന്ന് ആ ഭക്ഷണം ഞങ്ങൾ പലർക്കും വിളമ്പി, എല്ലാവർക്കും അത് തികയുമായിരുന്നു. ഇങ്ങനെ ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത അത്ഭുതകരമായ ചില സംഭവങ്ങൾക്ക് കാരണമാകാൻ സാധിച്ച വലിയ മഹത്വമുള്ള സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ ജീവിതം മുഴുവനും. ഒരു നൂറ്റാണ്ട് കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും ഇൽമു പകർന്നു കൊടുത്തുകൊണ്ട്, ആ മഹബത്തിൻ്റെ വഴികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു ജീവിച്ചു തീർത്തത്. ഒരിക്കൽ റോമക്കാർക്കെതിരെയുള്ള ഒരു സമരത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി അതിലൊരു അംഗമായി പോവുകയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ അബ്ദുള്ളയാണ് അതിൻ്റെ തലവൻ റളിയല്ലാഹു അൻഹു. സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടി മാലിക് ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോൾ അല്പം അത്യാവശ്യം പ്രായമുള്ള ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു കോവർ കഴുതയുടെ മുകളിൽ കയറി യാത്ര ചെയ്യുന്നതിന് പകരം അതിൻ്റെ അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങൾക്കതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാമല്ലോ, ക്ഷീണം കുറക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്. ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും അവരുടെ പാദങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെളി പുരണ്ടതാക്കുന്നുണ്ടെങ്കിൽ നരകം അവർക്ക് ഹറാമാണ് എന്ന് അതാഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് കേട്ട് സന്തോഷത്തോടെ പടത്തലവൻ മാലിക് ബിൻ അബ്ദുള്ള മുന്നോട്ട് നടന്നു നീങ്ങിയ പടത്തലവൻ മാലിക് റളിയല്ലാഹു അൻഹു സംഘത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്തെത്തി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഓ ജാബിർ, താങ്കൾ എന്താണ് കഴുതപ്പുറത്ത് കയറാതെ നടന്നു നീങ്ങുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം കൃത്യമായി മനസ്സിലായ ജാബിർ റളിയല്ലാഹു അൻഹു ഉറക്കെ വീണ്ടും അതിൻ്റെ കാരണം പറഞ്ഞു. ഹബീബായ തങ്ങളിൽ നിന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നരകം ഹറാമാകുന്ന അവസ്ഥയുണ്ട്, ചെളി പുരണ്ട് ദീനിനു വേണ്ടി നടക്കുന്ന ആളുകൾക്ക്. ഇത് കേട്ട സ്വഹാബത്ത് എല്ലാവരും വാഹനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി ദീനിനു വേണ്ടി അവിടെ നടക്കുകയാണ്. ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ കാലാൾപ്പടയായിരുന്നു അത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പ്രായം മുതൽ തന്നെ ഹബീബിനോട് ഉടമ്പടി ചെയ്ത്, മക്കയിൽ വെച്ചുള്ള ആ ഉടമ്പടി മുതൽ പിന്നീട് മദീനത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ അവിടുത്തെ ചുറ്റിപ്പറ്റി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവിടുത്തിൽ നിന്ന് നേരിട്ട് അറിവുകൾ ശേഖരിച്ച് പ്രിയപ്പെട്ട പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഉഹദിൽ ഷഹീദായ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ആണ് പിതാവ്. അവരുടെ നിർദ്ദേശപ്രകാരം കുടുംബത്തെ നോക്കി ഹബീബിൻ്റെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ദീനീ വിജ്ഞാനം സമൂഹത്തിന് മുഴുവനും കൊടുത്ത് അൻസ്വാരികളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ഒരാളായി മാറി അങ്ങനെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റേത്. അള്ളാഹു അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഖാദിമായി സേവനമനുഷ്ഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.